ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന 2024 ബംഗ്ലാദേശ് വിട്ടതിനു ശേഷം ഇന്ത്യയിൽ ഒരു പൊതുസമ്മേളനത്തിൽ പുറത്തുവിട്ട ആദ്യ ഓഡിയോയിലാണ് അല്ലെങ്കിൽ ആ ഓഡിയോ സന്ദേശത്തിലാണ് യൂനസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അവർ സംസാരിച്ചിരിക്കുന്നത്. യൂനസ് ഒരു അധികാരദാഹിയായ രാജ്യദ്രോഹിയാണ്, കൊലയാളിയായ ഫാസിസ്റ്റാണ് എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്നതിന്റെ ഫലമായാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായതെന്നും അവർ തുറന്നടിച്ചു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ബന്ധം വഷളാകുന്നതിന് കാരണം യൂനസ് ഭരണകൂടം തന്നെയാണ്. സർക്കാരിന്റെ പ്രീണന നയമാണ് നിലവിലെ പ്രോത്സാഹനത്തിന്റെയും പ്രീണനത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ഉഭയകക്ഷി ബന്ധങ്ങളെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അവർ ആശങ്ക വലിയ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. യൂനസ് ഭരണകൂടത്തിന് കീഴിൽ ബംഗ്ലാദേശിലെ വൈവിധ്യമാർന്ന സമൂഹം അത് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നത് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ഇത് ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, പാവപ്പെട്ട മുസ്ലിങ്ങൾ എന്നിവർക്കെതിരെ തന്നെ ആശങ്കാജനകമായ സംഭവങ്ങൾ കാരണമാകുമെന്നും ഹസീന ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതേസമയം വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെയും അവർ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഫെബ്രുവരി 12 നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ തിരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യപരമായ ഓപ്ഷനുകൾ ഇല്ല എന്നും പേരിന് മാത്രമുള്ള തിരഞ്ഞെടുപ്പുകളാണ് എന്നതാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജമായത്തെ ഇസ്ലാമിയോ BNPയോ ഇല്ലാതെ തന്നെ നാമനിർദ്ദേശ ഫോമുകൾ വാങ്ങുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാവിയിൽ ഒരു ജനാധിപത്യ സർക്കാരും നിയമവാഴ്ചയും ബംഗ്ലാദേശിനെ തിരിച്ചെത്തുമ്പോൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പഴയ സഹകരണ സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിലേക്ക് തിരിച്ചെത്തും എന്ന പ്രത്യാശയാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. 2024 രാജ്യം വിട്ട ശേഷം ബംഗ്ലാദേശിന്റെ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ഇത്തരത്തിൽ ആദ്യമായി തന്നെ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഈ വേളയിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനസിനെ ഹസീന ശക്തമായി തന്നെ ആക്രമിച്ചതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ. ബംഗ്ലാദേശ് നിയമവിരുദ്ധവും അക്രമാസക്തവുമായ ഒരു സർക്കാർ നടത്തുന്നതായും രാജ്യത്ത് ഭീകരത, അരാജകത്വം, ജനാധിപത്യ വിരുദ്ധ സാഹചര്യം എന്നിവ സൃഷ്ടിക്കുന്നതായും അവർ ആരോപിച്ചു. മുഹമ്മദ് യൂനസിനെ അവിടെ രക്തരൂക്ഷിതമായ ഫാസിസ്റ്റ് എന്ന് ഹസീന വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇത്തരത്തിൽ അവിടെ ബംഗ്ലാദേശിനെ കൂടുതൽ പ്രകോപനത്തിലാക്കാനാകാം ഹസീന ഇത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിൽ മുഹമ്മദ് യൂനസ് വൻ പരാജയമാണ് അവിടെ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഡൽഹിയിലെ ഫോറത്തിൽ കറസ്പോണ്ടൻസ് ക്ലബിൽ ഓഡിയോ സന്ദേശത്തോടെ ആ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹസീന കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു. രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെ ബംഗ്ലാദേശിന്റെ പരമാധികാരത്തെയും അല്ലെങ്കിൽ അവിടുത്തെ ഭരണഘടനയ്ക്കും വേണ്ടിയുള്ള ആ നിലനിൽപ്പിന്റെ പോരാട്ടമായി തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം മുഹമ്മദ് യൂനസിന് ഹസീനയിൽ നിന്നും പല രീതിയിലാണ് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. അവർ പല വാക്കുകൾ കൊണ്ടും യൂനസിനെ അഭിസംബോധന ചെയ്യുകയാണ്. അതായത് അവിടെ രക്ഷസായ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഫാസിസ്റ്റ്, പലിശക്കാരൻ, പണമിടപാടുകാരൻ, അധികാരദാഹിയായ രാജ്യദ്രോഹി എന്നവർ ആവർത്തിച്ച് വിളിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. വിമോചന യുദ്ധത്തെയും തന്റെ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ പാരമ്പര്യത്തെയും ഉദ്ധരിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഇന്നൊരു അഗാധത്തിന്റെ വക്കിലാണ്. വലിയ രീതിയിലുള്ള അപകടം നിറഞ്ഞ ഒരു രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് അവർ ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.